ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് പ്രണയം? ചിലർ പറഞ്ഞു അത് നൊമ്പരമാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു അത് സുന്ദരമാണെന്ന്. പലരും പല വ്യാഖ്യാനങ്ങൾ. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നു, അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരമാണ് പ്രണയമെന്ന്. 1000 പേരുടെ പ്രണയം എടുത്തു നോക്കിയാൽ അത് 1000 വിധത്തിലാണെന്ന് കാണാം. പിന്നെങ്ങനെ കൃത്യമായി ഒരു പൊതു നിർവചനം പ്രണയത്തിന് നൽകാനാകും? പ്രണയം പലരിലും ജനിക്കും, പക്ഷേ ചിലരിൽ മാത്രമേ ജീവിക്കൂ. ചിലരിൽ ജീവിച്ചാലും പെട്ടെന്ന് മരിക്കും, ചിലരിൽ മരിച്ചാലും വീണ്ടും ജീവിക്കും. സ്വന്തമാക്കാൻ വെമ്പൽ കൊള്ളുന്ന വിവാഹത്തിന് മുൻപും അതിനുശേഷം മധുവിധുവോടെ അവസാനിച്ചു പോകുന്നതുമായ സുഖരസമൊന്നും പ്രണയമല്ലെന്നേ. അതൊക്കെ വെറും അഭിനിവേശവും വ്യാമോഹവും മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണ് പ്രണയം? നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്കൊരു ഗോവണിയുണ്ട്, അതാണ് പ്രണയം. റൂമി പറഞ്ഞതുപോലെ നിങ്ങൾക്കും ദൈവത്തിനുമിടയിലുള്ള പാലമാണ് പ്രണയം. സൃഷ്ടികർമ്മത്തിൽ ജീവാണുക്കളെ കൂട്ടിയോജിപ്പിക്കാൻ ദൈവം ചേർത്തുവെച്ച തൻ്റെ പങ്കാണ് പ്രണയം. അതുകൊണ്ടാണ് പറയുന്നത്, പ്രണയികൾ മരിച്ചു പോകും, പക്ഷേ പ്രണയം ഒരിക്കലും മരിക്കുന്നില്ല എന്ന്. പ്രണയമറിയാൻ, അനുഭവിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് നീ നിന്നെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. നീ നിന്നെ തന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ മറ്റാരെയും സ്നേഹിക്കാൻ നിനക്ക് കഴിയില്ല. നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്നേഹം എന്താണെന്ന് അനുഭവിക്കാൻ പോലും നിനക്കാവില്ല. നീ പ്രണയത്തിലാവുകയല്ല വേണ്ടത്, മറിച്ച് നീ പ്രണയമാവുകയാണ് വേണ്ടത്. അപ്പോഴാണ് നിനക്ക് നിലാവിനെ സ്നേഹിക്കാൻ കഴിയുന്നത്, പൂവിനെ ഓമനിക്കാനാകുന്നത്, അമ്മയെ ചേർത്തു വയ്ക്കാനാകുന്നത്, ഇണയെയും തുണയെയും ജീവൻ്റെ പാതിയായി അംഗീകരിക്കാൻ കഴിയുന്നത്. ആണിനും പെണ്ണിനും ഇടയ്ക്കുള്ളത് എന്ന ഒറ്റ അർത്ഥമല്ല പ്രണയം. ഒരു സ്നേഹബന്ധം നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കുകയോ സമയത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കുകയോ ജീവിതത്തെ ഗൗരവമായും ആനന്ദപൂർണമായും കാണാൻ പഠിപ്പിക്കുകയോ ചെയ്തെങ്കിൽ അതാണ് പ്രണയം. ഇനി പറയൂ, എന്താണ് പ്രണയം?